ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. നവഗ്രഹത്തിൽ ശുക്രൻ്റെ ശ്ലോകമാകുന്നു ഇത്. ദൈത്യാനാം പരമം ഗുരു, അസുരന്മാരുടെ ആ പരമ ആചാര്യനായ ഗുരുവായ തം നമാമി, അങ്ങനെയുള്ള ആ ശുക്രനെ ഞാൻ നമസ്കരിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനത്തിലായിരുന്നു കഴിഞ്ഞ 120 ദിവസക്കാലത്തോളം. ആ ശുക്രൻ ഇതാ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. 2025 മെയ് 31 മുതൽ ജൂൺ 29 വരെയുള്ള 29 ദിവസക്കാലം ശുക്രൻ മേടൻ രാശിയിൽ പ്രവേശിക്കുകയാണ്. 1200 ഇടവമാസം 17-ാം തീയതി മുതൽ മിഥുനമാസം 15-ാം തീയതി വരെയുള്ള 29 ദിനങ്ങളാണ് ശുക്രൻ മേടൻ രാശിയിൽ നിൽക്കുന്നത്. ഓരോ രാശിക്കാർക്കും ഈ ശുക്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരം ശുഭാശുഭ ഫലങ്ങൾ എപ്രകാരം ബാധിക്കുന്നു, നന്മകൾ അഥവാ തിന്മകൾ ഈ ഗ്രഹം ചെയ്യുന്നു എന്ന് നമുക്ക് വിചിന്തനം ചെയ്യാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജ്യോതിശാസ്ത്രത്തിൽ ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണത തരുന്ന ഗ്രഹമാകുന്നു ശുക്രൻ. ഇറ്റ് ഈസ് എ മെറ്റീരിയലിസ്റ്റ് പ്ലാനറ്റ്. ഭൗതിക സുഖമാണ്. ആ ശുക്രൻ വ്യാഴത്തോടുകൂടെ നിൽക്കുമ്പോൾ വളരെ മാന്യമായി ബിഹേവ് ചെയ്യും ദിഗ്രഹയോഗത്തിൽ. ബുധനോടുകൂടെ നിൽക്കുമ്പോഴും വളരെ മാന്യമാണ്. പക്ഷേ ശുക്രനും ചൊവ്വയും കൂടി യോഗം വരുമ്പോൾ ശുക്രൻ്റെ സ്വഭാവം തന്നെ മാറും. ഭൗതിക സുഖകാരകനായ ശുക്രൻ ചൊവ്വയോടുകൂടെ വരുമ്പോൾ അയാൾ സ്ത്രീലമ്പടനായിത്തീരും. സ്ത്രീ വിഷയത്തിൽ വളരെയധികം ദൗർബല്യങ്ങൾ പ്രകടിപ്പിക്കും അദ്ദേഹം. അസാമാന്യമായ ധൈര്യം, സാഹസം, ഇതൊക്കെ ഇതിൻ്റെ പിറകിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകും. തൻ്റെ മാനമോ പൊസിഷനോ പദവിയോ ചിന്തിക്കാതെ സ്ത്രീ വിഷയത്തിലൊക്കെ വ്യാപൃതനായി അദ്ദേഹം ജീവിതം രമിക്കും. ഇപ്രകാരം തന്നെയാണ് ശനിയോടുകൂടെ വരുമ്പോൾ. പക്ഷേ പലപ്പോഴും ലെവൽ മാറും. പലപ്പോഴും വൃത്തിജനങ്ങളുമായി ബന്ധപ്പെടുന്ന, അല്ലെങ്കിൽ സമൂഹത്തിൽ പറ്റാത്ത, മാന്യതയ്ക്ക് നിരക്കാത്ത എന്ന് നമ്മൾ വിധിയെഴുതുന്ന അങ്ങനെയുള്ള സ്ത്രീകളുമായുള്ള സംസർഗം കൂടും. ശുക്രനും രാഹുവും കേതുവും വരുമ്പോൾ പലപ്പോഴും ഹോമോസെക്സുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ വ്യാപൃതമാകുന്നത് കാണാം. ശുക്രനും സൂര്യനും കൂടെ വരുമ്പോൾ ആ ശുക്രനും സൂര്യനും അസ്തധർമ്മ സുതകവും 7, 5, 9-ാം ഭാവത്തിൽ സൂര്യനും ശുക്രനും ഒരു ജാതകത്തിൽ വരുമ്പോൾ ഭാര്യാവൈകല്യമുണ്ടാകും. പക്ഷെ സ്ത്രീ വിഷയത്തിൽ ദോഷം പറഞ്ഞിട്ടില്ല. ഭാര്യയ്ക്ക് രോഗമുണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും സ്റ്റേജിൽ ശോഭിക്കുവാനും കർമ്മമേഖലയിൽ ഇൻഡസ്ട്രിയിലുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ ശോഭിക്കുവാനും ഈ സൂര്യ ശുക്ര സംയോഗം കാരണമാകും. ചന്ദ്രനോടുകൂടെ വരുമ്പോൾ വസ്ത്രാണാം സസിത ക്രിയാതികുശലം, വസ്ത്രവ്യാപാരവുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ വളരെ നന്മകൾ പ്രദാനം ചെയ്യും. ഇവിടെ ജലഗ്രഹമായ ചന്ദ്രനും ശുക്രനും കൂടെ വരുമ്പോൾ നമുക്ക് സുഖമായിട്ട് ചിന്തിക്കാം. ലോണ്ടറി മുതലായ വിഷയങ്ങൾ ചിന്തിക്കാം. എൻ്റെ ഒരു കാര്യമായ ക്ലയൻറ്റ് അബുദാബിയിൽ കർക്കിടകൻ രാശിയിൽ ലഗ്നത്തിൽ ചന്ദ്രനും ശുക്രനുമാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന തൊഴിൽ അബുദാബിയിലെ മുനിസിപ്പാലിറ്റിയിലെ വെള്ളം, വേസ്റ്റ് വാട്ടർ സംഭരിച്ച് 10-30 ലോറികളിലായി കടത്തി കൊണ്ടുപോകലാണ് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശാനുസാരം. അദ്ദേഹം കോടീശ്വരനാണ്. അതിനാൽ ജലഗ്രഹങ്ങളായ ശുക്രനും ചന്ദ്രനും യോഗം ചെയ്യുമ്പോൾ അവർക്ക് ഹോട്ടൽ വ്യാപാരമാകാം, ജ്യൂസ് വിറ്റ് കാശുണ്ടാക്കാം, ലോണ്ടറി നടത്തി കാശുണ്ടാക്കാം. ഇതാണ് ജ്യോതിഷം. ദിഗ്രഹ യോഗമൊക്കെ നാം ശ്രദ്ധിക്കണം. ചൊവ്വയോടുകൂടി വരുമ്പോൾ ശുക്രൻ വളരെ ദുഷിക്കുന്നു ശനിയോടുകൂടെ നിൽക്കുമ്പോൾ. പക്ഷെ വ്യാഴവും ബുധനും കൂടെ വരുമ്പോൾ നല്ല നല്ല ഫലങ്ങളാണ്. വ്യാഴവും ശുക്രനും യോഗം വരുമ്പോൾ അതൊരു അതിമാനുഷ യോഗമാണ്. ശുക്രനും ബുധനും കൂടി യോഗം വരുമ്പോൾ, ദിഗ്രഹ യോഗം വരുമ്പോൾ വാഗ്മീഭൂ ഗണപസ്ഥിതേന, നല്ല വാഗ്മിത്വവും ലീഡർഷിപ്പും പ്രകടിപ്പിക്കും ഈ ശുക്ര ബുധ ദിഗ്രഹ യോഗം. ഏതായാലും മേടൻ രാശി മുതൽ 12 രാശിക്കാർക്കും എങ്ങനെയാണ് ഈ 29 ദിവസക്കാലം എന്ന ചിന്തയിലേക്കാണ് നമ്മുടെ ശുക്രൻ്റെ ഈ മാറ്റം നാം ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മാരാജി പ്രേക്ഷകർക്കും നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു ധനുരാശി.
ഇവിടെ ധനുരാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് 5-ാം ഭാവത്തിലാണ്. നല്ലൊരു ഭാവമാകുന്നു 5-ാം ഭാവം. ഇപ്പോൾ സ്വതവേ തന്നെ ധനുരാശിക്കാർക്ക് രാഹു 3-ലാണ്. 7-ാം ഭാവത്തിൽ വ്യാഴം ശക്തമായി വന്നു കഴിഞ്ഞു. ചെറിയൊരു കണ്ടക ശനിയുണ്ട്. പക്ഷേ വ്യാഴക്ഷേത്രത്തിലെ ശനി അത്ര ബുദ്ധിമുട്ടിപ്പിക്കില്ല. വളരെയധികം ശക്തമായി ധനുരാശിക്കാർക്ക് ഈ 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ നന്മകൾ പ്രദാനം ചെയ്യുന്ന ദിനങ്ങളായിരിക്കും ഈ ഒരു മാസക്കാലത്തോളം വരുന്ന സമയം. ഏതെല്ലാം ഭാവങ്ങളുടെ ആധിപത്യമാണ് ധനുരാശിക്കാർക്ക് ശുക്രൻ നൽകുന്നത്? ഒന്ന് 11-ാം ഭാവാധിപത്യം, തൻ്റെ സന്താന വിഷയങ്ങൾ, തൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾ, വിവാഹ വിഷയങ്ങൾ, തൻ്റെ എല്ലാ ലാഭങ്ങളും, ഇതൊക്കെ ചിന്തിക്കുന്നു 11-ാം ഭാവം. മറ്റൊന്ന് 6-ാം ഭാവാധിപത്യമാണ്, രോഗങ്ങളും അരിഷ്ടതകളും. അത് ചിന്തിക്കേണ്ടുന്ന അതേ ശുക്രൻ തന്നെ 5-ാം ഭാവത്തിൽ നിൽക്കുന്നു. നിശ്ചയമായും ഒരു കാര്യം നമുക്ക് സംഭവിക്കണം. ഈ ശുക്രൻ ഒരു മാസക്കാലത്തോളം ധനുരാശിക്കാർക്ക് അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം, ഉയർന്ന മേഖലയിലേക്കുള്ള അവരുടെ വിദ്യാഭ്യാസം, അവരുടെ സഞ്ചാരം, അവർക്ക് വേണ്ടുന്ന സ്കോളർഷിപ്പുകൾ, അതിനപ്പുറത്ത് പുതിയ ദമ്പതികളിൽ ഭാര്യയ്ക്ക് സന്താന സൗഭാഗ്യത്തിന് വേണ്ട അവസരങ്ങൾ ഉണ്ടാവുക, ഗർഭിണിയാവുക, അല്ലെങ്കിൽ ഗർഭം ധരിക്കാൻ വേണ്ടവർക്ക് നല്ലൊരു ഉത്തമമായ ആശുപത്രിയിലേക്ക് സഞ്ചരിച്ച് നല്ലൊരു ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പ്രകാരം ഗർഭിണിയാവുക, ഗർഭം ധരിക്കുക മുതലായ മഹാഭാഗ്യങ്ങൾ വരും. വളരെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ വളരെയധികം സാമ്പത്തികമായി ഊഹക്കച്ചവടം, ഷെയർ, ലോട്ടറി മുതലായ മേഖലകളിൽ തനിക്ക് നേട്ടം കൈവരിക്കാൻ ധനുരാശിക്കാർക്ക് ഈ ശുക്രൻ സഹായകരമാകും. ഞാൻ അടിവരയിട്ട് പറയുന്നു, ഒരു സംശയവുമില്ല. നന്നായി മന്ത്രം ചൊല്ലുക, മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുക, അല്ലെങ്കിൽ ഓം ദും ദുർഗായൈ നമഃ, അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ, ലക്ഷ്മി ക്ഷേത്രത്തിൽ അന്നദാനം ചെയ്യുക, വിളക്കിലേക്ക് എണ്ണ സമർപ്പിക്കുക. ഈ ശുക്രൻ നന്നായി എല്ലാ സൗഭാഗ്യങ്ങളും പ്രദാനം ചെയ്യും. പറ്റുമെങ്കിൽ ചൊവ്വാഴ്ചകളിൽ ഗണപതിക്ക് നാളികേരം അടിക്കണം, എല്ലാ വിഘ്നങ്ങളും മാറട്ടെ. അത്ര ശക്തമായി ശുക്രൻ 5-ാം ഭാവത്തിൽ നിൽക്കുന്നതിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്. സുപുത്രേഭിഗമ്യസ്യ ശുക്രോ ന പുത്രേ പ്രയാസേന കിമ്യോ ന സമ്പാദിതാർത്ഥ. 5-ൽ ശുക്രൻ നിന്നില്ലെങ്കിൽ താൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ധനം കൊണ്ട് എന്ത് കാര്യമാണ്? അത്രയധികം ഗുണം വരും 5-ാം ഭാവത്തിൽ ശുക്രൻ വരുമ്പോൾ. ഉദർക്കം വിനാ മന്ത്രമിഷ്ടാശനാഭ്യം അധീതേന കിഞ്ചേത് കവിത്വേന ശക്തി. ഇവിടെ കവിത്വത്തിന് ശക്തി ഉണ്ടാകുന്നു. എഴുതുന്നവർ, ഗാനരചയിതാക്കൾ, പ്രാസംഗികർ, ഇതുമായി ബന്ധപ്പെടുന്ന സമസ്ത ആർട്ട് കലകളുമായി ബന്ധപ്പെടുന്ന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ 29 ദിവസം തങ്ങളുടെ സൃഷ്ടിക്ക് അംഗീകാരം ലഭിക്കും. തങ്ങളുടെ ക്രിയേറ്റിവിറ്റി, ആ ക്രിയേറ്റിവിറ്റിയെ മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു അസുലഭമായ സന്ദർഭം വരും. ഏത് കലാകാരന്മാർക്കും തങ്ങളുടെ പ്രകടനാത്മകത, ക്രിയേറ്റിവിറ്റി പ്രകടിപ്പിച്ച് യെസ് ദിസ് ഈസ് ഗുഡ്, ഇറ്റ് ഈസ് അപ്രൂവ്ഡ് ഓർ അപ്രീഷിയേറ്റഡ് ഫ്രം ദ അതോറിറ്റീസ്. അതിനാൽ സൃഷ്ടിപരമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ ശുക്രൻ ഉണ്ടാക്കുന്ന സൗഭാഗ്യങ്ങൾ അങ്ങേയധികം വരുന്നതാണ്. യജ്ഞിക്കുക, ബാക്കി ദൈവം തരും. താൻ പാതി ദൈവം പാതി എന്നാണ് ഇവിടെ എല്ലാ ധനുരാശിക്കാർക്കും. അപ്രകാരം തന്നെ സന്താന ശ്രേയസ്സിനെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ ഈ ശുക്രൻ സൗഭാഗ്യങ്ങൾ പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.